മാന്യസദസ്സിന് നമസ്കാരം. കായ് കൊല്ലരുത് എന്ന 5-ാം പ്രമാണ ലംഘനം അവനിലൂടെ ആരംഭിക്കുന്നു. നമുക്ക് കാണാം. കർത്താവ് വീണ്ടും കടാക്ഷിച്ചിരിക്കുന്നു. നമുക്കിതാ ഒരു ആൺകുഞ്ഞിനെ കൂടി ദൈവം തന്നിരിക്കുന്നു. നമുക്കവനെ ഹാബേൽ എന്ന് പേരിടാം. ഹേ കായേ, നിനക്കിതാ ഒരു അനുജൻ കൂടി പിറന്നിരിക്കുന്നു. ഹേ അനുജ, ഞാൻ എന്റെ വിളവെടുപ്പിന്റെ ഒരു ഭാഗം കർത്താവിന് കാഴ്ചയെ സമർപ്പിക്കുന്നു. ഹേ ജ്യേഷ്ഠ, ഞാൻ എന്റെ ആട്ടിൻകൂട്ടങ്ങളിൽ നിന്ന് മുഴുത്ത ഒരാട്ടിൻകുട്ടിയെ കർത്താവിന് കാഴ്ചയെ സമർപ്പിക്കുന്നു. ഞാൻ ആബേലിന്റെ കാഴ്ചയിൽ സംപ്രീതനായിരുന്നു. ഞാൻ കൃതാർത്ഥനാണ്. കായേ, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും ഇവനെ പോലെ സ്വീകാരനാവുകയും നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം പടിവാതിൽക്കൽ നിൽക്കുന്നുണ്ടെന്ന് നീ ഓർക്കണം. അത് നീ താല്പര്യം വെച്ചിരിക്കുന്നു. നീ അതിനെ കീഴടക്കണം. ഞാൻ എന്റെ വിളവെടുപ്പിന്റെ ഒരു ഭാഗം കർത്താവിന് കാഴ്ചയായി സമർപ്പിച്ചു. എന്നാൽ അവിടുന്ന് സംപ്രീതനായത് ഹാബേലിന്റെ കാഴ്ചയാണ്. അത് സംഭവിച്ചുകൂടാ. ഹേ ഹാബേൽ, വരൂ, നമുക്ക് വയലിലേക്ക് പോകാം. ജ്യേഷ്ഠ, ഞാനിതാ വരുന്നു. ഹാബേൽ, ഞാൻ നിന്റെ ജ്യേഷ്ഠനാകുന്നു. എന്നാൽ കർത്താവ് സംപ്രീതനായത് നിന്റെ കാഴ്ചയാണ്. അത് സംഭവിച്ചുകൂടാ. ജ്യേഷ്ഠ, നീ എന്താണ് പറയുന്നത്? കർത്താവിന് പ്രവൃത്തി ചോദ്യം ചെയ്യാൻ നാം ആരുമല്ല. ഇല്ലാവേ, നീ ഒരിക്കലും എനിക്ക് മുകളിൽ വരാൻ ഞാൻ അനുവദിക്കില്ല. എന്നൊന്നും ചെയ്യരുത്. ഇല്ലാവേ, നീ തീർച്ചയായും മരിക്കണം. ഞാൻ കൊന്നു. ഞാൻ എന്റെ അനിയനെ കൊന്നു. കായേ, നിന്റെ സഹോദരൻ എവിടെ? എനിക്കറിഞ്ഞുകൂടാ. സഹോദരന്റെ കാവൽക്കാരനുള്ളത്. കായേ, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്നെ വിളിച്ച് കരയുന്നു. നിന്റെ കയ്യിൽ നിന്നും നിന്റെ സഹോദരന്റെ രക്തം വീണ മണ്ണിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല. ഈ ഭൂമിയിൽ നീ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. എനിക്ക് താങ്ങാവുന്നതിന് വലുതാണ് ഈ ശിക്ഷ. ഇന്ന് അവിടുത്തെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇനി എന്നെ കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. ഇല്ലാതായി നിന്നെ കൊല്ലുന്നവരുടെ മേൽ 7 ഇരട്ടിയാൽ ഞാൻ പ്രതികാരം ചെയ്യും. കായം തുടങ്ങി വെച്ച 5-ാം പ്രമാണ ലംഘനം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ദൈവം തന്ന ജീവനെടുക്കാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും അധികാരമില്ല. അങ്ങനെ ചെയ്യുന്നവരുടെ മേൽ ദൈവം 7 ഇരട്ടിയായി പ്രതികാരം ചെയ്യും. നന്ദി, നമസ്കാരം. ജയ് ജീസസ് ക്രൈസ്റ്റ്.